Hi all. Next topic is resonance. നമുക്ക് ഇലക്ട്രിക്കൽ റെസൊണൻസ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. റെസൊണൻസ് എന്ന മീനിങ് എന്ന് പറയുന്നത് ഫിസിക്കലി രണ്ട് എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക്കൽ സിസ്റ്റമോ മെക്കാനിക്കലോ അക്വസ്റ്റിക്കോ ഒപ്റ്റിക്കൽ സിസ്റ്റമോ ഏത് സിസ്റ്റമോ ആയിക്കോട്ടെ, നമുക്ക് റെസൊണൻസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി സ്റ്റോറേജ് എലമെൻറ്റിൽ നിന്നും അടുത്തൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറൊരു എനർജി സ്റ്റോറേജ് എലമെൻറ്റിലേക്കുള്ള എനർജി ട്രാൻസ്ഫറാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഒരു സ്പ്രിങ്, ഡാഷ്പോർട്ട്, മാസ്, അതുപോലെ മെക്കാനിക്കൽ എലമെൻറ്റ്സ് വഴിയോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിലോ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലോ ഒക്കെ സംഭവിക്കാം. നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ റെസൊണൻസ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ പണ്ട് റെസൊണൻസ് കോളം എന്നൊക്കെ പറഞ്ഞ സ്കൂളിലെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് എടുക്കേണ്ടത്. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ആയിട്ടുള്ള പാസീവ് എലമെൻസും അതുപോലെ സോഴ്സസും ഒക്കെ വരുന്നൊരു സിസ്റ്റമാണ്. അപ്പം അവിടെ എനർജി സ്റ്റോറേജ് എലമെൻ്റ് എന്ന് പറയുന്നത് ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ്. നമുക്കറിയാം റെസിസ്റ്റർ ഒരു പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന എലമെൻ്റാണ്. അതിന് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവില്ല. പക്ഷേ ഒരു ഇൻഡക്ടറിനോ കപ്പാസിറ്ററിനും ചാർജിനെ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്. ചാർജ്ഡ് ഇൻഡക്ടേഴ്സും ചാർജ്ഡ് കപ്പാസിറ്റേഴ്സും ഒക്കെ ഉണ്ട്. നമ്മളതിനെയാണ് എത്ര ഫാരഡിൻ്റെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും കപ്പാസിറ്റി അതിനുണ്ട്, അത്രയും ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പം അതുപോലെ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സ് തമ്മിലുള്ള എനർജി ട്രാൻസ്ഫർ ഫോർ എ പർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് നമ്മൾ റെസൊണൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇലക്ട്രിക്കൽ റെസൊണൻസും അതിലെ എലമെൻറ്റ്സും കാര്യങ്ങളുമാണ് ഇനിയുള്ള ഒരു ടോപ്പിക്ക്. ഈ 4th മൊഡ്യൂളിൽ പവർ റിലേഷൻസും അതുപോലെ 3 ഫേസ് സർക്യൂട്ട്സും അൺബാലൻസ്ഡ് പ്രോബ്ലംസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസൊണൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പം ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ സീരീസ് റെസൊണൻസും പാരലൽ റെസൊണൻസും പഠിക്കാനുണ്ട്. അപ്പം ഒരു റെസൊണൻസ് സർക്യൂട്ട് യൂസ് ചെയ്ത് നമുക്കൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സീരീസ് റെസൊണൻസ് എടുക്കും. ഞാനൊരു സീരീസ് RLC നെറ്റ്വർക്ക് എടുത്തു. ഓൾറെഡി ഞാൻ പറഞ്ഞു നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് പഠിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് അവിടെ. ആ എലമെൻറ്റ്സ് ആണ് നമ്മുടെ പാസീവ് എലമെൻറ്റ്സ് ആണ് സർക്യൂട്ടിലെ കണക്റ്റഡ് ചെയ്യുന്നത്. അതിൽ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ LNC എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ അവർ തമ്മിലായിരിക്കാം ഈ ഒരു പറഞ്ഞ റെസൊണൻസ് സംഭവിക്കുന്നത്, എനർജി ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അപ്പം സീരീസ് റെസൊണൻസ് എന്ന് പറയുന്നത് ഒരു സീരീസ് RLC സർക്യൂട്ടാണ്. റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സീരീസ് റെസൊണൻസിൽ റെസൊണൻസ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ് സർക്യൂട്ട്, സീരീസ് സർക്യൂട്ട് എന്തായിട്ട് മാറും? ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, നമ്മുടെ കയ്യിൽ 3 എലമെൻറ്റ്സ് ഉണ്ട് RLC. ഈ 3 പേരെ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തു AC സപ്ലൈ കൊടുക്കുന്നു. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ, റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഏതാ? നമുക്കറിയാം ഇവരുടെ ഇമ്പിഡൻസ് നമുക്ക് മൊത്തം ഒന്ന് എഴുതാം. ഇമ്പിഡൻസ്, ഈ ടോട്ടൽ ഇമ്പിഡൻസ് കോംപ്ലക്സ് ഇമ്പിഡൻസ് ആണ്. ഇപ്പോൾ കോംപ്ലക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? L ഉം C യും വന്നുകൊണ്ടാണ് അത് കോംപ്ലക്സ് ആയത്. അപ്പോൾ Z എന്ന് പറയുന്ന ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമാണ്? R + J × XL - J × XC. അപ്പം കപ്പാസിറ്റീവ് റിയാക്ടൻസിനാണ് നമ്മൾ -JXC എന്ന് എഴുതുന്നത്. അപ്പം ഇങ്ങനെ ഒരു 3 എണ്ണത്തിൻ്റെയും കോമ്പിനേഷനാണ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? Z = √R² + XL - XC² എന്ന് എഴുതാം. അപ്പം റെസൊണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? XLഉം XCയും ഈക്വൽ ആകുമ്പോഴാണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് Z = √R² + XL - XC² എന്ന് കിട്ടും. ഇനി റെസൊണൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ് റിയാക്റ്റൻസ് ഷുഡ് ബി 0. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെസൊണൻസ് മീൻസ്
എനർജി ട്രാൻസ്ഫർ ആണ്. അവരൊക്കെ തമ്മിൽ രണ്ട് എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ നെറ്റ്വർക്കിൽ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ എന്ന് പറയുന്ന എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ അവർ തമ്മിലാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്. സോ എക്സ് എൽ ആൻഡ് എക്സ് സി എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ഓഫ് ഡ്യൂ ടു ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആണ്. സോ നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 0 ആകുമ്പോഴാണ് റെസൊണൻസ് കണ്ടീഷൻ കിട്ടുന്നത്. ദാറ്റ് ഈസ് XL minus XC is equal to 0. XL minus XC is equal to 0 means XL is equal to XC. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആകുമ്പോഴാണ് റെസൊണൻസ് അച്ചീവ് ചെയ്യുന്നത്. ആ സമയത്ത് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇസഡ് ഇസ് ഈക്വൽ ടു √R² മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇസഡ് ഇസ് ഈക്വൽ ടു R ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വെരി ലോ ഇമ്പിഡൻസ് ആയിരിക്കും. അണ്ടർ റെസൊണൻസിൽ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റ് മാത്രമേ വരുള്ളൂ. സോ XL ഈക്വൽ ടു XC അഥവാ ω_L ഇസ് ഈക്വൽ ടു 1/ωc എന്ന് എഴുതാം. XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. സോ അതിൽ നമുക്ക് ω² ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമ്മുടെ റെസൊണൻസ് സീരീസ് റെസൊണൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നെറ്റ് റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു 0 മീൻസ് XL മൈനസ് XC ഈക്വൽ ടു 0 വിച്ച് ഇസ് ഗോൺ ബൈ XL ഈക്വൽ ടു XC. XL എന്ന് പറയുന്നത് ω_L ആണ്. XC എന്ന് പറഞ്ഞാൽ 1/ωc ആണ്. ദെർഫോർ ω² ഇസ് ഈക്വൽ ടു 1/LC. ദെൻ ω ഇസ് ഈക്വൽ ടു 1/√LC എന്ന് എഴുതാം. ഒമേഗയെ നമുക്ക് എന്ത് വിളിക്കാം? 2π. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സോ നമുക്ക് എഫ് റെസൊണൻസ് ഫ്രീക്വൻസി ω_R അല്ലെങ്കിൽ FR എന്ന് പറയുന്നത് എന്ത് കിട്ടും? എഫ് ആണ്. ഇൻ ടേംസ് ഓഫ് എഫ് ആണെങ്കിൽ എന്ത് കിട്ടും? FR ഇസ് ഈക്വൽ ടു 1/2π√LC. ചോദിക്കുന്നതാണ് സീരീസ് റെസൊണൻസിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ XL ഈക്വൽ ടു XC എന്ന് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് നെറ്റ് റിയാക്റ്റൻസ് 0 ആകുമ്പോഴാണ്. അതിനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയുന്നത്. ω ഇസ് ഈക്വൽ ടു 1/√LC അല്ലെങ്കിൽ F ഇസ് ഈക്വൽ ടു 1/2π√LC. Then we can obtain resonance by changing the frequency of applied voltage. അപ്പം അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് റെസൊണൻസ് ഫ്രീക്വൻസി ആക്കി കഴിഞ്ഞാൽ നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് F ഇസ് ഈക്വൽ ടു 1/2π√LC. റെസൊണൻസ് ക്യാൻ ആൾസോ ബി ഒബ്റ്റൈൻഡ് ബൈ വേരിയിങ് L or C. എങ്ങനെ വേരി ചെയ്യാം? അപ്പം റെസൊണൻസ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യണം? റെസൊണൻസ് ഫ്രീക്വൻസി കിട്ടണം. റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR is equal to 1/2π√LC ആണ്. റെസൊണൻസ് ഫ്രീക്വൻസി വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്ലൈയിൽ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ റെസൊണൻസ് ഫ്രീക്വൻസി അച്ചീവ് ചെയ്യാം. അല്ലെങ്കിൽ L or C വേരി ചെയ്ത് റെസൊണൻസ് ഫ്രീക്വൻസി അച്ചീവ് ചെയ്യാം. L or C വേരി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂ വേരി ചെയ്യുക. ഇൻഡക്റ്റൻസും കപ്പാസിറ്ററും വേരിയബിൾ ആയിട്ടാണെങ്കിൽ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നുണ്ട്. റെസൊണൻസ് അച്ചീവ് ചെയ്യുന്ന സെറ്റപ്പൊക്കെ ചെയ്യുന്നതാണ് സീരീസ് റെസൊണൻസൊക്കെ. അപ്പോൾ ഇൻഡക്ടറോ കപ്പാസിറ്ററോ വേരി ചെയ്ത് നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസിയിലെത്താം. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ XLഉം XCയും ക്യാൻസലായിട്ട് നമുക്ക് എന്ത് മാത്രമേ കിട്ടുകയുള്ളൂ? നമുക്ക് കിട്ടുന്ന എന്ത് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. സോ ഇമ്പിഡൻസ് ഈസ് വെരി ലോ. സോ നമുക്കിനി അതിൻ്റെ വേരിയേഷൻ നോക്കാം. ബിഹേവിയർ ഓഫ് RLC സീരീസ് സർക്യൂട്ട് അണ്ടർ വേരിയബിൾ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R + jXL - jXC ആണ്. സോ ഈ എക്സും XLഉം XCയും ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസിയാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി ഇനി എന്തായാലും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 100 ഓം എടുത്താൽ 100 ഓം റെസിസ്റ്റൻസ് തന്നെ തരും. പക്ഷേ XL ആൻഡ് XC എന്ന് പറയുന്നത് വേരീസ് വിത്ത് ഫ്രീക്വൻസി. എങ്ങനെ വേരി ചെയ്യും? XL എന്ന് പറഞ്ഞാൽ എന്താ? 2πf × L ആണ്. സോ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും? ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് XL ലീനിയർ ഇൻക്രീസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ഫ്രീക്വൻസി വേഴ്സസ് റെസിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് Z = R ആണ്. റെസിസ്റ്റൻസ് വരച്ചു കഴിഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്രീക്വൻസി. റെസിസ്റ്റൻസ് 10 ഓം ഉണ്ടെങ്കിൽ ഫ്രീക്വൻസി എത്ര കൂട്ടിയാലും 10 ഓം തന്നെ ആയിരിക്കും റെസിസ്റ്റൻസ്. ഇനി ഞാൻ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എന്താ? ഏതിൻ്റെ വാല്യൂ മാറ്റുന്നത്? ഞാൻ XLൻ്റെ വാല്യൂ പ്ലോട്ട് ചെയ്യുന്നു. ഇവിടെ XL പ്ലോട്ട് ചെയ്താൽ 2πfL എന്ന 2π ആൻഡ് L ആർ കോൺസ്റ്റൻറ്റ്. എഫിനനുസരിച്ച് ലീനിയർ ആയിട്ടായിരിക്കും എന്ത് വേരി ചെയ്യുന്നത്? XL വേരി ചെയ്യുന്നത്. പക്ഷേ XCയുടെ എഫക്റ്റ് എങ്ങനെയാണ് ഫ്രീക്വൻസിക്ക്? XC ഈസ് 1/2π
2πfc ആണ്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു എഫ് ആണ്. എങ്ങനെ റിലേറ്റ് ചെയ്തു? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ് എക്സിയുടെ വാല്യൂ. അപ്പോൾ എങ്ങനെ വരും ഫിഗർ? കണ്ടോ, ഈ ഫിഗേഴ്സ് നോക്കുക. ആറ് എക്സ് ആൻഡ് സെഡ് ഇൻ ഓംസ് ആണ് വരച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ആറിൻ്റെ ഗ്രാഫ്. ഞാൻ പറഞ്ഞു ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഫ്രീക്വൻസി ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാലും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറാൻ പോകുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അങ്ങനെ വരും. ഇനി നമുക്ക് എക്സലിൻ്റെ വാല്യൂ ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. എക്സലിൻ്റെ വാല്യൂ ആണ് ഈ വരച്ചിരിക്കുന്ന സ്ട്രേറ്റ് ലൈൻ. എങ്ങനെ വരും എക്സലിൻ്റെ വാല്യൂ? 0യിൽ നിന്ന് അങ്ങോട്ട് ലീനിയർ ഇൻക്രീസ് ആണ് എക്സലിന് വരുന്നത്. അടുത്തെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് എന്താ? എക്സ് ആണ് വേണ്ടത്. എക്സ് എന്ന് പറയുന്നത് എന്തുവാ? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഫ്രീക്വൻസി ആണ്. സോ ഇതിങ്ങനെ ഇൻവേഴ്സ് റിലേഷനാണ്. ഫ്രീക്വൻസി കൂടുന്തോറും എക്സി കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് വരച്ചത്? താഴേന്ന് വരച്ചത് എന്താ? -jxc എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പം -xയുടെ വാല്യൂ കൂടി, അപ്പം ഫ്രീക്വൻസി കൂടുന്തോറും ഫ്രീക്വൻസി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതിനനുസരിച്ച് എക്സിയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അതാണ് ഇങ്ങനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി റെസൊണൻസ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത്? റെസൊണൻസിൽ ഫ്രീക്വൻസി ഏതിൻ്റെയാണ്? റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് FR. ആ ഫ്രീക്വൻസിയിൽ എന്താ സംഭവിക്കുന്നത്? ഇതാണ് XLൻ്റെ പ്ലോട്ട്. ഇതല്ലേ XL. അപ്പോൾ XLും ഇത് XC ആണ്. XLും XCയും ഈക്വൽ ആവും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും XL ആൻഡ് XC. അതാണ് റെസൊണൻസ് കണ്ടീഷൻ. അതാണ് വരച്ചേക്കുന്നത്. ദെൻ ഇംപിഡൻസിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നിൻ്റെയും R, XC ആൻഡ് XLൻ്റെ എഫക്റ്റ് ചേരുന്നതാണ് ഇംപിഡൻസിൻ്റെ പ്ലോട്ട്. Z വരച്ചിരിക്കുന്നത്. അതുപോലെ XL - XCയും ഡോട്ടഡ് ലൈനിലൂടെ വരച്ചിട്ടുണ്ട്. കാരണം XLൻ്റെ എഫക്റ്റും XCയുടെ എഫക്റ്റും കൂടാണ് XL - XC എന്ന് പറയുന്ന എഫക്റ്റ് വരുന്നത്. ആ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ എന്താ? XL - XC എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് ഇവിടെ ടച്ച് ചെയ്യുന്നത്. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ അത് ടച്ച് ചെയ്യാൻ കാര്യം അതാണ്. ഇത്രയുമാണ് വേരിയേഷൻ ഓഫ് ഇംപിഡൻസ്, റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ജസ്റ്റ് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാവുന്നേ ഉള്ളൂ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്രീക്വൻസി ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് പോസിറ്റീവ് ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആൻഡ് നെഗറ്റീവ് ആണ്. നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് XL - XC ആണ്. XL - XC എന്ന് പറയുന്നത് ഇനിഷ്യലി നെഗറ്റീവ് ആയിരിക്കും, കാരണം എക്സിയുടെ വാല്യൂ ആണ് കൂടുതൽ. സോ മൈനസ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കൂടുതൽ. ദെൻ എഫിൻ്റെ വാല്യൂ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ഈക്വൽ ആകുമ്പോൾ XL - XC എന്താവും? 0 ആവും. ദെൻ XL - XC ഗോസ് ഓൺ ഇൻക്രീസിങ് എപ്പോഴാണ്? F ഗ്രേറ്റർ ദാൻ F0 ആകുമ്പോൾ. സോ റെസൊണൻസിന് ശേഷം ഇത് ഇൻഡക്റ്റീവ് ആയിട്ടാണ് പോകുന്നത്. റെസൊണൻസിൽ താഴെ കപ്പാസിറ്റീവ് എഫക്റ്റ് ആണ് കൂടുതൽ. ക്ലിയർ ആണല്ലോ? ദെൻ ഇംപിഡൻസ് എന്ന് പറയുന്നത് √R² + XL - XC ഇത് ഹോൾ സ്ക്വയർ ആണ്. സോ XL - XC എപ്പോഴാണ് 0 ആവുന്ന? റെസൊണൻസിലാണ്. ആ സമയത്ത് Z = R ആണ്. ദെൻ എനി അതർ ഫ്രീക്വൻസിയിൽ Z ഗ്രേറ്റർ ദാൻ R ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പ്ലോട്ട്, ഇംപിഡൻസിൻ്റെ പ്ലോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. റെസൊണൻസിൻ്റെ ടൈമിൽ ഈക്വൽ ടു R ആണ്. ബാക്കിയുള്ള ടൈമിലെല്ലാം ഇംപിഡൻസ് ഹൈ ആയിരിക്കും. ദെൻ കറണ്ട് അറ്റ് റെസൊണൻസ്. നമുക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ? റെസൊണൻസിൽ നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? കറണ്ടിൻ്റെ ഇക്വേഷൻ I = V/Z ആണ്. കറണ്ട് മാക്സിമം വരണമെങ്കിൽ ഇംപിഡൻസ് മിനിമം വരണം. ഇംപിഡൻസ് മിനിമം എന്ന് പറയുന്നത് എപ്പോൾ തന്നെയാണ്? റെസൊണൻസ് തന്നെയാണ്. ദാറ്റ് ഇസ് V/R മാത്രമേ ഉള്ളൂ. XL XC ഒന്നും ഇല്ലല്ലോ. സോ ഇംപിഡൻസ് ഈസ് R. ഇംപിഡൻസ് R തന്നെയാണ്. സോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇംപിഡൻസ് ലോ ആണ്, കറണ്ട് വിൽ ബി മാക്സിമം. അതാണ് അവിടുത്തെ ഇംപിഡൻസ് കണ്ടീഷൻ. ദാറ്റ് ഈസ് കറണ്ട് V/√R² + XL - XC ഹോൾ ആണ്. XL - XC 0 ആണ്. സോ സിൻസ് ഇംപിഡൻസ് ഈസ് മിനിമം, R ഈക്വൽ ആണ്. സോ കറണ്ട് വിൽ ബി മാക്സിമം. ദാറ്റ് ഈസ് V/R ഇൻ ഫേസ് വിത്ത് V. സോ റെസിസ്റ്റീവ് മാത്രമായതുകൊണ്ട് പവർ ഫാക്ടറും 1 ആയിരിക്കും. അത് ചോദിക്കുന്നതാണ്. അണ്ടർ റെസൊണൻസ് പവർ ഫാക്ടർ = 1 ബിക്കോസ് ഇറ്റ് ഈസ് റെസിസ്റ്റീവ് ഓൺലി. ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റീവ് മാത്രമാണ്. ഇത് വരച്ചിരിക്കുന്നത് ഫ്രീക്വൻസി വേഴ്സസ് കറണ്ടാണ്. ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കറണ്ടിനുള്ള വേരിയേഷൻ. Imax എന്ന് പറയുന്നത് V/R ആണ്. വിത്ത് ഓൾ പാരാമീറ്റേഴ്സ് ബീങ് സെയിം, എല്ലാ വാല്യൂസും സെയിം ആയിട്ട് വെച്ചിട്ട് R ഈസ് വേരിയഡ്, കറണ്ട് റെസൊണൻസ് വിൽ ചേഞ്ച്. റെസൊണൻസിൽ കറണ്ടിൻ്റെ വാല്യൂ മാറും, ബട്ട് റെസൊണൻസ് ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് R. നമുക്കറിയാം റെസൊണൻസ് ഫ്രീക്വൻസി FR = 1/2π√LC ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്
ആർ. റെസൊണൻസ് ഫ്രീക്വൻസി ആറിനനുസരിച്ച് മാറില്ല, എല്ലിനും സിക്കും അനുസരിച്ചേ മാറുള്ളൂ. പക്ഷേ ആറിൻ്റെ വാല്യൂ വേരി ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് അറ്റ് മാക്സിമം, കറണ്ട് അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് വേരി ചെയ്യും. ബിക്കോസ് ആറിനനുസരിച്ച് I=V/R ആണെന്ന് നമുക്കറിയാം. ആറിൻ്റെ വാല്യൂ ചെറുതാക്കി കഴിഞ്ഞാൽ കറണ്ട് വിൽ ബി മാക്സിമം. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ആറിൻ്റെ വാല്യൂ ചെറുതാക്കി കഴിഞ്ഞപ്പോൾ കറണ്ടിൻ്റെ വേവ് ഫോം വലുതായി, കണ്ടോ, മാക്സിമം വാല്യൂ വലുതായി. ദെൻ വോൾട്ടേജ് അക്രോസ് എലമെൻറ്റ്സ് ആർ, എൽ ആൻഡ് സി നോക്കാം നമുക്ക്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം I/R ആണ്. റെസൊണൻസിൽ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും, ഈക്വൽ ടു വോൾട്ടേജ് അപ്ലൈഡ് ടു ദ സർക്യൂട്ട്. അതായത് നമ്മൾ പറഞ്ഞു XL-ഉം XC-യും ക്യാൻസലായി പോവുകയാണ്. ഇറ്റ് മീൻസ് രണ്ടുപേരുടെയും എക്രോസ് ആയിട്ട് നമ്മൾ ഓരോ ആറും എല്ലും സിയും നമ്മൾ വരച്ചു. ഇത് റെസിസ്റ്റർ, ഇത് ഇൻഡക്ടർ, ഇത് കപ്പാസിറ്റർ. ഇതാണ് എക്രോസ് ഉണ്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പം ആറിനും എല്ലിനും സിക്കും എക്രോസ് നിങ്ങൾ വോൾട്ട്മീറ്റർ വെച്ച് നോക്കുക. ഓരോന്നിനും എക്രോസ് വോൾട്ട്മീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദർ വിൽ ബി വോൾട്ടേജസ്. വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ കാണും. VL, VC എന്നൊക്കെ പറയുന്ന വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനേക്കാൾ വലുതാവാം. അതാണ് വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. ബട്ട് നമുക്ക് അണ്ടർ റെസൊണൻസിൽ നമുക്കറിയാം XL-ഉം XC-യും ക്യാൻസൽ ആവുന്നുണ്ട്. ഇറ്റ് മീൻസ് ഈ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഇത് VL-നും VC-ക്കും, അതായത് ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും ഇടയ്ക്ക് നിങ്ങളൊരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് വെച്ച് നോക്ക്. എല്ലിനും സിക്കും ഇടയ്ക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, VL-VC ആയിരിക്കും. VL-VC എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും, അണ്ടർ റെസൊണൻസിൽ വിച്ച് ഈസ് ഈക്വൽ ടു 0. VL-VC ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ് XL-XC ഈക്വൽ ടു 0 ആയത്. സോ നമുക്കറിയാം ഇതിനകത്തുള്ള സീരീസാണ്. കറണ്ട് സെയിം ആയിരിക്കും. കറണ്ട് സെയിം ആണെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഡിപ്പെൻഡ്സ് ഓൺ റിയാക്റ്റൻസ് ആയിരിക്കും. സോ VL എന്ന് പറയുന്നത് I/XL ആണ്. VC എന്ന് പറഞ്ഞാൽ I/XC ആണ്. നമുക്കറിയാം I എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്. സോ XL ഈക്വൽ ടു XC, അതായത് XL-XC ഈക്വൽ ടു 0. ദാറ്റ് ഈസ് VL-VC ഈക്വൽ ടു 0. നിങ്ങൾ ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും എക്രോസ് ആയിട്ട് രണ്ടിനും കോമ്പിനേഷൻ എക്രോസ് ആയിട്ട് വോൾട്ട്മീറ്റർ വെച്ചാൽ ഇറ്റ് വിൽ ഷോ 0 റീഡിങ് അണ്ടർ റെസൊണൻസ്. ബട്ട് നമ്മൾ ഇൻഡക്ടറിന് മാത്രമായിട്ടോ കപ്പാസിറ്ററിന് മാത്രമായിട്ടോ നിങ്ങളൊരു വോൾട്ടേജ് സോഴ്സ് വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഷോ എന്താ, അത് കാണിക്കുന്നത് ഒരു മാഗ്നിഫൈഡ് വോൾട്ടേജ് ആയിരിക്കും. ഇൻപുട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ ഒരു ഹൈ വോൾട്ടേജ് ആയിരിക്കും അത് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് വരുന്നതാണ് മാക്സിമം വോൾട്ടേജ് അറ്റ് റെസൊണൻസ്. ദാറ്റ് ഈസ് I/R എന്ന് പറയുന്നതാണ് അവിടുത്തെ മാക്സിമം കിട്ടാവുന്ന വോൾട്ടേജ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന് അക്രോസ് I/XL ആയിരിക്കും. അപ്പം I/XL എന്ന് പറയുന്ന വാല്യൂ റെസൊണൻസിന് ശേഷം ഹൈ ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ I/XC എന്ന് പറയുന്ന വാല്യൂ റെസൊണൻസിൽ താഴെ ഹൈ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇത് ഫ്രീക്വൻസി, വോൾട്ടേജ് വേഴ്സസ് ഫ്രീക്വൻസിയാണ്. 3 വോൾട്ടേജ് VR, VL, VC. അതിൻ്റെ ഫിഗറാണ് കാണിച്ചേക്കുന്നത്. VR എന്ന് പറയുന്നതാണ് താഴെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഗ്രാഫ് VR-ൻ്റെയാണ്. ദെൻ VL എന്ന് പറഞ്ഞാൽ എന്താ, റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസിയിൽ താഴെയുള്ള വോൾട്ടേജിൽ VC വലുതായിരിക്കും. റെസൊണൻസിന് മുകളിൽ VL-ൻ്റെ വാല്യൂ ഹൈ ആയിരിക്കും. ഇനി ഫ്രീക്വൻസി അറ്റ് വിച്ച് VL ഇസ് മാക്സ്. ഞാൻ പറഞ്ഞല്ലോ VL എന്ന് പറയുന്നത് ഹൈ ആവാം, അതുപോലെ VC-യും ഹൈ ആവാം. അതുകൊണ്ട് വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻസാണ് പറയുന്നത്. ഫ്രീക്വൻസി അറ്റ് വിച്ച് VL ഇസ് മാക്സ്, VL മാക്സിമം ആവുന്ന ഫ്രീക്വൻസി. അപ്പം VL ഇസ് ഈക്വൽ ടു I/XL ആണ്. അപ്പം ഇതിനകത്ത് നിന്ന് നമ്മൾ നിങ്ങൾക്ക് റെസൊണൻസ് ഫ്രീക്വൻസി മാത്രമേ ഡെറൈവ് ചെയ്യാൻ ചോദിക്കാറുള്ളൂ. VL മാക്സിമം ആവുന്ന കണ്ടീഷനിലെ വാല്യൂ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഫിസിക്കൽ 1/2π√LC - RC²/2 ആണ്. അതങ്ങനെ ചോദിക്കാറില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഫ്രീക്വൻസി അറ്റ് വിച്ച് VC ഇസ് മാക്സിമം. VC മാക്സിമം ആവുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ താഴെയുള്ള ഫ്രീക്വൻസി ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അണ്ടർ റെസൊണൻസ് സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആവും. പ്യുവർലി റെസിസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ 1 ആയിരിക്കും. കറണ്ട് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. റെസൊണൻസ് മാത്രമായിട്ട് മാറിയല്ലോ. വോൾട്ടേജ് അക്രോസ് എല്ലും വോൾട്ടേജ് അക്രോസ് സിയും സെയിം ആയിരിക്കും. പവർ ഫാക്ടർ സർക്യൂട്ട് ചേഞ്ച് ഫ്രം ലീഡിങ് ടു ലാഗിങ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. ഇനി സീരീസ് RLC സർക്യൂട്ട് ആസ് എ ഫ്രീക്വൻസി സെലക്ടർ. സീരീസ് RLC സർക്യൂട്ടിൻ്റെ പ്രത്യേകത നോക്കാം. എനി സീരീസ് RLC സർക്യൂട്ട് പാസസ് all waves of finite frequency to some extent, but it will offer lowest impedance at resonance frequency.
It allows frequencies near the resonance frequency more rapidly than other frequencies. അതായത് നമുക്ക് ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് അലോ ചെയ്യും റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് മനസ്സിലായി അണ്ടർ റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസൊണൻസ് കണ്ടീഷനിൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വെരി ലോ ആണ്, ഈക്വൽ ടു റെസിസ്റ്റൻസ്. എക്സൽ എക്സിയുടെ എഫക്റ്റ് വരാത്തത് കൊണ്ട് ഇമ്പിഡൻസ് വിൽ ബി വെരി ലോ ആൻഡ് കറണ്ട് വിൽ ബി മാക്സിമം. അപ്പം ഇമ്പിഡൻസ് കുറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും കൂടുതലും സിഗ്നലിനെ പാസ് ചെയ്യാൻ പറ്റുന്നത്, പാസ് ബാൻഡായിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ ഒരു ടൈമിൽ ആ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് അടുത്തുള്ള ഫ്രീക്വൻസീസിൽ ഇമ്പിഡൻസ് ലോ ആയിരിക്കും. സോ കൂടുതൽ സിഗ്നലിനെ പാസ് ചെയ്യാൻ പറ്റും അതർ ഫ്രീക്വൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ. സീരീസ് ആർ എൽ സി സർക്യൂട്ട് പോസസ് ഫ്രീക്വൻസി സെലക്ടിവിറ്റി. അതാണ് ഫ്രീക്വൻസി സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി സെലക്ടറായിട്ട് സീരീസ് ആർ എൽ സി സർക്യൂട്ടിനെ യൂസ് ചെയ്യുന്നത്. The ability to discriminate among waves of different frequencies, the band of frequencies which passes quite readily through the circuit is called passband or bandwidth of the circuit. അതായത് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ അത് ക്ലിയർ ആണ്, കഥയൊന്നും പറയണ്ട. ഇവിടെ നമ്മുടെ കയ്യിൽ വി ബൈ ആർ വേഴ്സസ് ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസിയുടെ പ്ലോട്ടാണുള്ളത്. കറണ്ട് മാക്സിമം ആവും നമ്മൾ പറഞ്ഞിരുന്നു. കറണ്ട് മാക്സിമം ആവുന്നത് റെസൊണൻസ് കണ്ടീഷനിലാണ്, ദാറ്റ് ഈസ് വി ബൈ ആർ ആണ്. ആ സമയത്ത് ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് റെസൊണൻസ് കിട്ടുന്നത്. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ ആണ് നമുക്ക് ആ ഒരു ഇമ്പിഡൻസ് വെരി ലോവും കറണ്ട് മാക്സിമം ആവുമ്പം അതിന് അടുത്തുള്ള ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് സെലക്റ്റീവാണ്. ഒരു ബാൻഡ് വിഡ്ത്തിൽ ആ ഒരു പർട്ടിക്കുലർ ബാൻഡ്, ഇതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാസ് ബാൻഡ് എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസീസിന് മിനിമം ഇമ്പിഡൻസാണ് തരുന്നത്. സോ അത്രയും സിഗ്നൽ പാസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും, ഇമ്പിഡൻസ് കുറവായിരിക്കും. ആ ഒരു മീനിങ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഫ്രീക്വൻസി സെലക്റ്റീവ് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് ഓർ പാസ് ബാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആർബിട്രലി കൺസിഡേർഡ് ടു ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് ദ കറണ്ട് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1/√2 ടൈംസ് ദ കറണ്ട് അറ്റ് റെസൊണൻസ്. അതായത് 1/√2 ടൈംസ് ഓഫ് മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂന് 1/√2 ടൈംസ് ലെവൽ വരെ, 1/√2 ടൈംസ് മാക്സിമം വാല്യൂ വരെ ആണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ട് ഫ്രീക്വൻസി നമ്മൾ പറയും F1 ആൻഡ് F2 എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ആണ്, അതിനിടയ്ക്കാണ് ബാൻഡ് വിഡ്ത്ത്. ഇത് ഇങ്ങനെയല്ല, ഇവിടെ F0 ആണ് സെൻറ്ററിൽ വരുന്നത്. ദിസ് ഈസ് F1, ദിസ് ഈസ് F2, ഇങ്ങനെയാണ് വരുന്നത്. സോ F2 മൈനസ് F1 ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. With this range of frequencies, the power dissipation is equal to or greater than V square by 2R. It is half of maximum power at resonance. Half of maximum power ആണ്. It is V square by R ആണ് റെസൊണൻസിലത്. സോ half of V square by R. Hence, frequencies F1 and F2 are called lower and upper cut-off frequencies or half power frequencies. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് തന്നെ പറയാൻ കാര്യം V square by 2R എന്ന് പറയുന്ന പവർ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് F2 മൈനസ് F1 ആണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ബാൻഡ് വിഡ്ത്ത്. അപ്പം കറണ്ട് അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് വി ബൈ ആർ ആണല്ലോ. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആറ് മാത്രമാണ്. ഇനി അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസീസ് F1 ആൻഡ് F2 is 1/√2 ടൈംസ് കറണ്ട് അറ്റ് റെസൊണൻസ്. ദാറ്റ് ഈസ് കറണ്ട് അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ എന്താ, വി ബൈ ആർ ആണ് നമ്മുടെ കറണ്ട് മാക്സിമം. സോ അതിൻ്റെ 1/√2 ടൈംസ് വി ബൈ ആർ. ദെർഫോർ ഇമ്പിഡൻസ് അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, √2 ടൈംസ് ആർ ആയി. കാരണം കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വി ബൈ ആർ ആയിരുന്നു അറ്റ് റെസൊണൻസ്. ബട്ട് 1/√2 ടൈംസ് ഓഫ് വി ബൈ ആർ ആണ് എന്താ, കറണ്ട് അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി. സോ ഇമ്പിഡൻസ് അറ്റ് ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി, വി ബൈ ഇസഡിൻ്റെ സ്ഥാനത്ത് എന്തും ഇപ്പോൾ ഉള്ളത് √2R ആണ്. സോ ഇസഡ് ഇസ് ഈക്വൽ ടു √R² പ്ലസ് X² വിച്ച് ഇസ് ഈക്വൽ ടു √2R. ഇപ്പോഴത്തെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് √2R ആണ്. സോ അതിൽ നിന്ന് നമുക്ക് R² പ്ലസ് X² ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്നത് എന്താ, നെറ്റ് റിയാക്റ്റൻസ് ആണ്. R² പ്ലസ് X² ഇസ് ഈക്വൽ ടു 2R² എന്ന് എഴുതാം. അതിൽ നിന്ന് X ഇസ് ഈക്വൽ ടു R എന്ന് കിട്ടും. Hence at frequencies F1 and F2 the net reactance is equal to resistance. അപ്പം F1 F2 എന്ന് പറയുന്ന ഹാഫ് പവർ ഫ്രീക്വൻസീസിൽ എന്ത് പറ്റി, എക്സ് എന്ന് പറയുന്നത് നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലായി, റെസിസ്റ്റൻസിന് ഈക്വലാണ്. The phase angle at these frequencies will be 45 degree and hence power factor is 0.707.
cos phi is equal to r by z എന്നാണ് ഇക്വേഷൻ പവർ ഫാക്ടറിൻ്റെ. സോ r by z എന്ന് ചെയ്യുമ്പം 0.707 എന്ന് കിട്ടും. അറ്റ് ലോ ഹാഫ് പവർ ഫ്രീക്വൻസീസ് F1 ലോ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ താഴെയുള്ള ഫ്രീക്വൻസിയിൽ എന്താ XC ഗ്രേറ്റർ ദാൻ XL ആണ്. ഹെൻസ് നെറ്റ് റിയാക്റ്റൻസ് 1 by XC minus XL equal to R. നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ എക്സ് ഇസ് ഈക്വൽ ടു ആർ എന്നാണ് പറഞ്ഞ കണ്ടീഷൻ. നെറ്റ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ XC minus XL വിച്ച് ഇസ് ഈക്വൽ ടു ആർ. XC എന്ന് പറഞ്ഞാൽ 1 by omega C, XL എന്ന് പറഞ്ഞാൽ omega L അറ്റ് F1 എന്ന് പറഞ്ഞാൽ എന്താ റെസൊണൻസ് ഫ്രീക്വൻസിയേക്കാൾ ചെറിയ ഫ്രീക്വൻസിയാണ് F1. ആ സമയത്ത് XC ആണ് വലുത്, അതുകൊണ്ടാണ് XC minus XL എന്ന് എഴുതിയത്. സോ 1 by 1 minus omega 1 square LC is equal to omega 1 CR എന്ന് കിട്ടും. ദെൻ അതിനെ സോൾവ് ചെയ്യുക, ഫൈൻഡ് ദ വാല്യൂ ഓഫ് omega 1 ആൻഡ് അപ്പർ അപ്പർ ഹാഫ് ഫ്രീക്വൻസിയിൽ ഇതേ എഫക്റ്റ് തന്നെ. ബട്ട് നെറ്റ് റിയാക്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പം XL minus XC എന്ന് എടുക്കുക വിച്ച് ഇസ് ഇക്വൽ ടു R, ബിക്കോസ് XL ആണ് ഗ്രേറ്റർ ദാൻ XC ആഫ്റ്റർ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് ശേഷം XLൻ്റെ വാല്യൂ ആണ് ഹൈ ആയിട്ട് വരുന്നത്. സോ അത് സോൾവ് ചെയ്യുക, omega 2 കിട്ടും. സോ omega 2 മൈനസ് omega 1 അല്ലെങ്കിൽ F2 മൈനസ് F1 ചെയ്യുക, R by 2πL എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിസ്റ്റം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിസ്റ്റം omega 2 minus omega 1 is equal to R by L. അതിൽ നിന്ന് അണ്ടർസ്റ്റുഡ് ആണ് F2 minus F1 is equal to R by 2πL. ദെൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ക്വാളിറ്റി ഫാക്ടർ. ഇത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ക്വാളിറ്റി ഫാക്ടർ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് സീരീസ് റെസൊണൻസിൻ്റെ. അപ്പോൾ ഒന്നുമില്ല, ക്വാണ്ടിറ്റി ഓഫ് സീരീസ് റെസൊണൻസ് സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ the sharpness of the current variation with frequency. അപ്പം നമ്മൾ ക്യൂ ഫാക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ക്വാളിറ്റി ഫാക്ടറാണ്. അതായത് നമ്മുടെ സിഗ്നലിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ബാൻഡ് വിഡ്ത്ത്, ഒരു പർട്ടിക്കുലർ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഒരു പർട്ടിക്കുലർ ബാൻഡ് വിഡ്ത്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ്. അല്ലെങ്കിൽ ഒരു പാസ് ബാൻഡ് കാണും, പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ദറ്റ് ഇസ് F2 minus F1 എന്ന് പറയുന്ന വാല്യൂ. നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. F2 minus F1 is equal to R by 2πL, അല്ലെങ്കിൽ omega 2 minus omega 1 is equal to R by L എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിസ്റ്റമാണ്. ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെ അതിന് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫ്രീക്വൻസിയിൽ മിനിമം ഇമ്പിഡൻസ് ഓഫർ ചെയ്യും. നെക്സ്റ്റ് ക്വാളിറ്റി ഫാക്ടറാണ്, ക്വാണ്ടിറ്റി ഫാക്ടർ അല്ല, ക്വാളിറ്റി ഫാക്ടറാണ്. അപ്പം ക്വാളിറ്റി ഓഫ് എ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഷാർപ്നെസ് ഓഫ് കറണ്ട് വേരിയേഷൻ വിത്ത് ഫ്രീക്വൻസി. കറണ്ട് റെസ്പോൺസ് ആണ്. സ്മോളർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആർ കമ്പയർഡ് ടു XL ആൻഡ് XC, ഷാർപ്പർ വിൽ ബി ദ റെസ്പോൺസ്. നമുക്കൊരു എങ്ങനെയാണെന്ന് നോക്കാം. ക്വാളിറ്റി ഓഫ് ദ റെസൊണൻസ് സർക്യൂട്ട് കിട്ടുന്നത് ക്വാളിറ്റി ഫാക്ടേഴ്സ് ഡിഫൈൻഡ് ആസ് XL by R or XC by R under resonance, that is inductive or capacitive reactance at resonance divided by resistance. അതായത് നമ്മൾ പഠിച്ചു വയ്ക്കണം, XL by R or XC by R under resonance. റെസൊണൻസിലുള്ള reactance of inductor by resistance or capacitive reactance by resistance under resonance ആണ് എടുക്കുന്നത്. It can also be defined as the ratio of voltage across inductor or capacitor. That is voltage across inductor എന്ന് പറഞ്ഞാൽ എന്താണ്, VL divided by total applied voltage, or VC by V. That is VL എന്നും VC എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, VL എന്ന് പറഞ്ഞാൽ I into XL ആണ്, V എന്ന് പറഞ്ഞാൽ I into Z ആണ്. അപ്പം സിമ്പിളാണ് ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം VL എന്ന് പറയുന്നത് I into XL ആണ്, V ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I into Z ആണ്. സോ നമുക്ക് ഈ അണ്ടർ റെസൊണൻസ് എന്ന് പറയുമ്പോൾ എന്താ ZR തന്നെയാണ്. സോ XL by R എന്ന് കിട്ടും ആൻഡ് XC by R എന്ന് കിട്ടും. അപ്പം അനദർ ഫോം ഓഫ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എനർജി സ്റ്റോർഡ്, എനർജി ഈസ് ഡിഫൈൻഡ് ആസ് Q is equal to quality factor is equal to 2pi into maximum energy stored divided by energy dissipated per cycle.
ഇപ്പോൾ മാക്സിമം എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ അണ്ടർ റെസൊണൻസ് എന്ന് പറയുന്നത് ഹാഫ് എൽ ഐ സ്ക്വയർ ആണ്, ഹാഫ് എൽ ഐ എം സ്ക്വയർ. ദെൻ പവർ ഡിസിപ്പേറ്റഡ് അറ്റ് റെസൊണൻസ് എന്ന് പറയുന്നത് ഐ എം സ്ക്വയർ ആർ ബൈ 2. ദെൻ പവർ ഡിസിപ്പേഷൻ പെർ സൈക്കിൾ എന്ന് പറയുമ്പം ഔട്ട്പുട്ട് പവർ ഓർ പവർ ഡിസിപ്പേറ്റഡ് അണ്ടർ റെസൊണൻസ് ബൈ എഫ് റെസൊണൻസ് ഫ്രീക്വൻസി സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് ബൈ ആർ എന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് പല മെത്തേഡ്സിൽ പല ഇക്വേഷൻസ് പഠിക്കണം പ്രോബ്ലം വന്നാൽ. ക്യൂ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു മാക്സിമം എനർജി സ്റ്റോർഡ് ബൈ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ. അപ്പം മാക്സിമം എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ എനർജി ട്രാൻസ്ഫർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റോർഡ് എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണ് റെസൊണൻസിൽ. അപ്പോൾ എന്താ എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ, എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിൾ എന്ന് പറയുന്നത് പി ഔട്ട് ബൈ F0 ആണ്. പവർ എന്ന് പറയുന്നത് ഐ എം സ്ക്വയർ ആർ ബൈ 2 ആണ്. ഐ സ്ക്വയർ ആർ ബൈ 2 എന്ന് വരും. ദെൻ പവർ ഡിസിപ്പേഷൻ പെർ സൈക്കിൾ എന്ന് പറയുന്നത് പി ഒ ബൈ എഫ് ഒ എന്ന് പറയുന്നത് റെസൊണൻസിൽ എന്ത് കിട്ടും? എക്സ് ബൈ ആർ എന്ന് കിട്ടും. Then selectivity എന്ന് പറഞ്ഞാൽ the ratio of bandwidth to resonance frequency. Bandwidth to resonance frequency is defined as selectivity of the circuit. Bandwidth നമുക്കറിയാം 2 - f1 divided by f0 ആണ് selectivity.